മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സീമന്തിനി വാമനോടും മേഘനോടുമായിട്ട് പറയുന്നുണ്ട്, ആ പ്രതാപൻ്റെ കൂടി വേണ്ടാത്ത വയ്യാവേലിയും ഓരോ തലവേദനകളൊന്നും വരുത്തി വെക്കരുതെന്നും അതുകൊണ്ട് നഷ്ടമല്ലാതെ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നും സീമന്തിനി പറയുന്നുണ്ട്. കമലേശ്വരത്തെ സ്വത്ത് ഒരുപാട് മോഹിച്ചു പോയി ഞാനും മേഘനുമൊക്കെ, അതുകൊണ്ട് അത് എത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല സീമന്തിനി എന്ന് വാമദേവൻ പറയുന്നുണ്ട്. എന്നാൽ ഇനി അത് വിട്ടുകളയുന്നത് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു കയറി വരുന്നുണ്ട്. എന്നെ ഏട്ടൻ വിളിച്ചത് സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യം പറയാനാണെന്നും അത് കേട്ടുകൊണ്ട് മേഘൻ ചോദിക്കുന്നുണ്ട്, എന്താണ് എങ്ങനെയാ കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, എന്ത് പറയാനാ, മുക്കാൽ ഭാഗവും ഏട്ടത്തിയുടെ പേരിലോട്ടാണ് എഴുതി വയ്ക്കാൻ തയ്യാറായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വാമനും മേഘനും വല്ലാതെയാകുന്നുണ്ട്. എന്നിട്ട് സീമന്തിന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്കൊന്നും കിട്ടില്ല എന്ന് മഞ്ജുവിനോട് ചോദിക്കുന്നു. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ഉണ്ണിയേട്ടനും എന്തെങ്കിലും തരാനൊക്കെ ഇരുന്നതായിരുന്നു, പക്ഷേ നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഓർത്ത് അതും കൂടെ ഇല്ലാതായ ലക്ഷണമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെവിടുത്തെ ഏർപ്പാടാണെന്ന് സീമന്തിന് ചോദിക്കുന്നുണ്ട്. എവിടുത്തെ ഏർപ്പാടാണെന്നും ചോദിക്കണ്ട, അതെല്ലാം കണ്ണേട്ടൻ്റെ സ്വത്തുക്കളാണ്, കണ്ണേട്ടൻ തീരുമാനിക്കുന്നത് നടക്കൂ എന്ന് പറയുന്നുണ്ട് മഞ്ജു. അത് അവൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്ന് വാമൻ ചോദിക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, അത് അമ്മാവന് നേരിട്ട് വേണമെങ്കിൽ പോയി ചോദിക്കാം. സ്വന്തം ഭാര്യയെ കൊല്ലാനായിട്ട് ശ്രമിച്ചാൽ ഏതെങ്കിലും അനന്തരവന്മാർ സ്വന്തം അയാളുടെ സ്വത്ത് ഞങ്ങളുടെയൊക്കെ പേരിലോട്ട് എഴുതി വെക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് മഞ്ജു. ഇതൊരു വല്ലാതെ കൊലച്ചതിയായിപ്പോയല്ലോ എന്ന് സീമന്തിനി പറയുമ്പോഴേക്കും മേഘം പറയുന്നുണ്ട്, ആ കൊലച്ചതിക്ക് അങ്ങനെ തന്നെ അവർക്ക് തിരിച്ചടി കൊടുക്കണമെന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നു, നീ ഒന്ന് വെറുതെ ഇരിക്കും മേഘ, നീ ഇനി വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോയിട്ടുണ്ടെങ്കിൽ തിളച്ചെണ്ണ നിൻ്റെ തലയിലൂടെ ഒഴിക്കുമെന്ന് സീമന്തിനി പറയുന്നുണ്ട്. മേഘൻ്റെ മാത്രമല്ല നിങ്ങളുടെയും തലയിൽ ഒഴിക്കുമെന്ന് വാമദേവനോടായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സ്വത്തൊന്നും കിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് സീമന്തിനി ചോദിക്കുന്നുണ്ട്. എന്നെ വിവാഹം ചെയ്ത് വിട്ടിരിക്കുന്നത് ഇങ്ങോട്ടാണ്, ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മഞ്ജുവും തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് നിനക്കിനി ഒരു ആഹാരം പോലും ഞാൻ തരില്ല എന്ന് സീമന്തിനി പറയുന്നുണ്ട്. നിങ്ങൾ തന്നില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഓർഡർ ചെയ്ത് കഴിക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീട് മേഘൻ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും പറയാതെ നമ്മൾ ഒരുമിച്ച് ഒരൊറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സ്വത്തുക്കളോടൊന്നും തീരെ താല്പര്യമില്ല, എനിക്കൊരു നല്ലൊരു കുടുംബജീവിതമാണ് വേണ്ടത്, അതാണ് ഇപ്പോൾ എനിക്ക് അത്യാവശ്യമെന്ന് പറയുന്നുണ്ട് മഞ്ജു. പിന്നീട് കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ട് ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന് അറിയുന്ന മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് വാമദേവനും ഉണ്ണിയും കൂടെ പ്ലാൻ ഇടുന്നുണ്ട്. അങ്ങനെ വാമദേവൻ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയെ കയ്യിലെടുക്കുന്നുണ്ട്. അയാളോട് പലകയെല്ലാം ഇളക്കി വെക്കണം, അവൾ ഇവിടെയെല്ലാം നടന്ന് ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലകയിൽ തട്ടി താഴെ വീണ് അവൾ മരിക്കണം, സ്വാഭാവികമായിട്ടുള്ള മരണമാണെന്ന് അപ്പോൾ കരുതിക്കോളും, അതുകൊണ്ട് നീ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അയാൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ അയാൾ പറയുന്നുണ്ട്, എനിക്കിതെല്ലാം ചെയ്യാൻ പേടിയാണെന്നും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്നെ കണ്ണൻ സാറെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, അതൊന്നും ഒരിക്കലും ആരും അറിയില്ല, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തു തരാം, ഇത് കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള പാരിതോഷവും ഞാൻ തരുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ സ്വാധീനിക്കുന്നുണ്ട് വാമദേവൻ. മാർക്കോയുടെ നിർദ്ദേശപ്രകാരം സാഗർ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ഒന്നും ആലോചിക്കാനില്ല, ഇനി ഒരു ഉത്തരം ഞാൻ പറയുന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. നാളെ ഞാൻ അമ്പലത്തിൽ വരുന്നുണ്ട്, അങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ട് സാഗർ. അപ്പോഴേക്കും ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് മഞ്ജു. അങ്ങനെ അമ്പലത്തിൽ വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടുന്നുണ്ട്. എന്നിട്ട് സാഗർ മഞ്ജുവിൻ്റെ നെറ്റിയിൽ ചന്ദനമെല്ലാം തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാഗർ പറയുന്നുണ്ട്, ഈ അമ്പലനടയിൽ വെച്ച് ഞാൻ സത്യം ചെയ്യുകയാണ്, മഞ്ജുവിനെ ഒരിക്കലും ഞാൻ കൈവിടില്ല, പൊന്നുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മഞ്ജുവിനെ നോക്കിക്കോളാം എന്നെല്ലാം ശപഥം ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മഞ്ജുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അങ്ങനെ സാഗറിനോട് മഞ്ജു സമ്മതം മൂളുന്നുണ്ട്. പിന്നീട് കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ട് വരുന്ന മഹാലക്ഷ്മിയാണ് കാണിക്കുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി മഹാലക്ഷ്മി അവിടെ വന്നിറങ്ങുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മിയെ വലിയൊരു കെണി അവിടെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം മഹാലക്ഷ്മി അറിയുന്നില്ല. അങ്ങനെ മഹാലക്ഷ്മി അകത്തോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ സാറ് മഹാലക്ഷ്മി എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വാമദേവനും ഉണ്ണിയും കൂടെ. അങ്ങനെ ആ ഒരു അപകടത്തിൽ നിന്ന് മഹാലക്ഷ്മി രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ളത് അടുത്ത എപ്പിസോഡിലാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.